ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി കായകൽപ്പം കോട്ടയം CMS കോളേജിൽ നടന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലും രോഗികളെ നിലത്ത് കിടത്തുന്ന രീതി ഇനിയുണ്ടാകില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തുമെന്നും സംസ്ഥാനത്തൊട്ടാകെ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500-ലധികമുള്ള തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിന് പൊതുജനാഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കായകൽപ്പം ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. കോട്ടയം ജില്ലയിലെ ജനസമ്പർക്ക പരിപാടി കോട്ടയം CMS കോളേജിൽ നടന്നു. ചികിത്സയും മരുന്നും കട്ടിലും കിടക്കയും ആശുപത്രിയിൽ എത്തുന്ന രോഗിയുടെ അവകാശമാണെന്നും രോഗികളെ നിലത്ത് കിടത്തുന്ന പ്രാകൃത രീതി ഒഴിവാക്കുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലും രോഗികളെ നിലത്ത് കിടത്തുന്ന രീതി ഉടൻ അവസാനിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ നിലത്ത് കിടത്തുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ദിവസം അങ്ങനെ നിലത്ത് കിടത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഉടൻ തന്നെ DME അവിടെ ഇടപെട്ട് ആ രോഗികളെ അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം ഞങ്ങൾ എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിലത്ത് രോഗികളെ കിടത്തുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയായി കോട്ടയം ജില്ല മാറുക. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാനാകും. സർക്കാർ ആശുപത്രികളിൽ 17 കോടിയോളം രൂപ ചെലവിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തും. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്തുകയുള്ളൂ. ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തൊട്ടാകെ സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 അധിക തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CMS കോളേജിൽ നടന്ന ജനസമ്പർക്ക പരിപാടി നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി മോൻസ് ജോസഫ്, MP-മാരായ ആന്റോ ആന്റണി, ഫ്രാൻസിസ് ജോർജ്, ജില്ലയിൽ നിന്നുള്ള MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, സർക്കാർ ആശുപത്രികളിലെ മേധാവിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രത്യേക യോഗം സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.